നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടത് പ്രൊഫൈലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു ലൈംഗിക ആരോപണം അരങ്ങ് തകർക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ ജനക്കൂട്ടത്തിന് മുമ്പിൽ വിചാരണ ചെയ്ത് കുരിശിൽ തറയ്ക്കണമെന്ന് വരെ ആവശ്യപ്പെടുന്ന ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കേരളത്തിൽ ഇപ്പോൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു ടെലിവിഷൻ അവതാരകയും തമ്മിലുണ്ടായ പ്രണയബന്ധത്തെക്കുറിച്ചും അതിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ അവർ ഗർഭിണിയാവുകയും അത് അബോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉന്നയിക്കുകയാണ്. ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളല്ലാതെ മറ്റാരും ഈ ആരോപണം ഉന്നയിക്കുന്നില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. മറ്റ് ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലോ വാർത്താ മാധ്യമങ്ങളിലോ ഒന്നും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആരും ഇതുവരെ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. തികച്ചും മുഖമില്ലാത്ത, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഖമില്ലാത്തവർ നടത്തുന്ന ആരോപണം മാത്രമാണ് ഇത്. പക്ഷേ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് ആഘോഷിക്കുകയാണ്. ഈ ആരോപണങ്ങൾ അരങ്ങ് തകർക്കുകയാണ്. വളരെ മ്ലേച്ഛമായ, മോശമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ പലരും ഉയർത്തുന്നത്. ഒരു മലയാളത്തിലെ പ്രമുഖ ചാനലിൻ്റെ ഒരു അവതാരകയാണ് ഇക്കാര്യത്തിൽ ഇരയായി തീർന്നതെന്നൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ, ഇന്നേ വരെ ഒരു തെളിവും പുറത്തു വരാത്ത, ആരും പരാതിയുമായി വരാത്ത ആരോപണങ്ങളാണ് ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അരങ്ങ് തകർക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം, യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ മാതൃസംഘടനയായ കോൺഗ്രസിൽ നിന്നാണ് ഇതിൻ്റെ ഗൂഢാലോചന തുടങ്ങിയതെന്ന് ചില നേതാക്കൾ രഹസ്യമായി നമ്മളോട് പറയുന്നുണ്ട്. കോൺഗ്രസിൽ ആരംഭിച്ച ഈ ഗൂഢാലോചന പതിയെ ഏതോ വിധത്തിൽ അത് ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എത്തുകയായിരുന്നത്രേ. ഒരു വനിതാ പേരുള്ള ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് ആദ്യമായി ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആദ്യമായി ഈ വിഷയം ഉന്നയിച്ചത്, ഈ ആരോപണം ഉന്നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസിൽ ചില രാഹുൽ വിരുദ്ധർ ഇതിന് എരിവും പുളിയും പകർന്നു എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ പാലക്കാട് നിന്നും MLA ആയതും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലൊരു കൂട്ട് കമ്പനി, അല്ലെങ്കിൽ അവർ തമ്മിലൊരു അലയൻസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നതുമെല്ലാം കടുത്ത എതിർപ്പിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വിധേയമായിട്ടുണ്ട്. പല നേതാക്കളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ നേതാക്കളിൽ ചിലർ MLA മാരാണെന്നും കൂടി പറയപ്പെടുന്നു. ചില MLA മാരും രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ ഗ്രൂപ്പിനെതിരെ ശക്തിയായി രംഗത്ത് വരികയും ചെയ്തു. ഏതായാലും ചില യുവ നേതാക്കൾക്കിടയിലുള്ള പഠനപ്പിണക്കങ്ങളാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങളിലേക്ക് വഴിതെളിച്ചതെന്നും കോൺഗ്രസിലെ ചില നേതാക്കൾ നമ്മളോട് രഹസ്യമായി പറയുന്നുണ്ട്. കാരണം ഇത് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്തോരമുണ്ടെന്ന് അന്വേഷിക്കാനോ ചെക്ക് ചെയ്യാനോ നമുക്കിപ്പോൾ നിർവാഹമില്ല, അത് സത്യമാണ്. പക്ഷേ എങ്കിലും ഇത്തരം ആരോപണങ്ങൾ, ചില യുവ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും ഈഗോ ക്ലാഷും ഈ ആരോപണത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ അവരും ഇതൊന്നും ആധികാരികമായി പറയുന്നില്ല. കാരണം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. കോൺഗ്രസിനുള്ളിൽ നിന്ന് ചിലർ ഇതിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ചില മാധ്യമപ്രവർത്തകരും പറയുന്നത് ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഇത് ലഭിച്ചത് കോൺഗ്രസിനുള്ളിൽ നിന്നാണെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാണ് അവരും പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ ഈ പറഞ്ഞു കേൾക്കുന്നു എന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണ് പക്ഷേ എന്നാൽ ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മലീനസ്വതം, അല്ലെങ്കിൽ ഒരു മലീനത കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ ഒരു യുവ നേതാവിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതും സ്വന്തം പാർട്ടിക്കുള്ളിൽ ചിലർ നടത്തിയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്ര ഭയാനകമാണെന്ന് നമ്മൾ ഓർക്കണം. സ്വന്തം പാർട്ടിക്കുള്ളിൽ നടന്ന ചില ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനക്കാരാണ് ഈ വിവരം പുറത്തു കൊടുത്ത് ഇടതുപക്ഷ ഹാൻഡിലുകളിലേക്ക് കൈമാറിയെന്നാണ് ചിലർ പറയുന്നത്. ചില നേതാക്കൾ നമ്മളോട് വെളിപ്പെടുത്തിയത്. അതിൽ എത്ര കണ്ട് വാസ്തവമാണെന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, എത്ര കണ്ട് വാസ്തവം നമുക്കറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ രാഹുലിനെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന ശരിക്കും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നാണ്. മാങ്കൂട്ടത്തിനെ അസ്ഥിരപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ഇമേജ് എടുത്തു ചേർത്താനുമുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ടായി. ചില യുവ നേതാക്കൾ അതിൽ പങ്കാളികളായി എന്നൊക്കെ നേതാക്കൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും മറ്റൊന്നും ഈ പറയുന്നതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് നമുക്ക് അറിയാനും കഴിയുന്നില്ല. ഏതായാലും ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് പാലക്കാട് MLAക്കെതിരെ നടത്തുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഇന്ന് വരെ അതിനെ സ്വാധീനിക്കുന്ന ഒരു തെളിവും ആരുടെയും കയ്യിൽ ഇല്ല
എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ പാർട്ടിയിൽ നിന്നാണ് ഈ ഗൂഢാലോചന തുടങ്ങിയെന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ചും അവരുടെ കയ്യിൽ തെളിവുകളില്ല. അങ്ങനെ തെളിവുകളില്ലാത്ത ആരോപണങ്ങളുടെ ഘോഷയാത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ നടന്നു വരുന്നതെന്നാണ് യാഥാർത്ഥ്യം.